നമ്മൾ വേഗം വീണ്ടും കർണാടകയിലെ ഷിരൂരിലേക്ക് പോവുകയാണ്. അവിടെ തെരച്ചിലിൽ നിർണായകമായ വിവരങ്ങളുണ്ട്. ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ നമ്മോടൊപ്പം ചേരുന്നു. ആ ബാർജിൽ നിന്ന് ക്രെയിൻ ഘടിപ്പിച്ച് ലോറി ഉയർത്താനുള്ള ശ്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അരുൺ, കേൾക്കാമെങ്കിൽ ഈ ക്രെയിൻ വെള്ളത്തിലിറക്കുന്ന ആ ഒരു ദൃശ്യങ്ങളല്ലേ നമ്മളിപ്പോൾ കാണുന്നത്? ഷിരൂരിലെ ബാർജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അല്പസമയം മുമ്പാണ് ഒരു ലൈവ് വീഡിയോ കോളിലൂടെ കാർവാർ MLA സതീഷ് കൃഷ്ണസെയിലും കാർവാർ SP-യും നമ്മോട് സംസാരിച്ചത്. മഞ്ചേശ്വരം MLA-യും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ, അതായത് 5-10 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ക്രെയിൻ ഘടിപ്പിച്ച് ബാർജിൽ നിന്ന് താഴേക്കിറക്കി ഈ ലോറി ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ്. ഈ ലോറി ഉയർത്തിയെങ്കിൽ മാത്രമാണ് ഇത് അർജുൻ ഓടിച്ച ലോറി തന്നെയാണോ എന്നതിനൊരു സ്ഥിരീകരണം വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ദൗത്യം അതിൻ്റെ ഏറ്റവും ഈ 2 മാസത്തിനകമുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അലക്സ് റാം മുഹമ്മദ് ഉണ്ട്. അലക്സ്, ഈ ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് അല്പസമയം മുമ്പ് നമ്മുടെ കാർവാർ SP-യും കാർവാർ MLA-യും ഒക്കെ പറഞ്ഞത്. ഇപ്പോൾ ആ ക്രെയിൻ ഘടിപ്പിച്ച ദൃശ്യങ്ങളല്ലേ നമ്മൾ കാണുന്നത്? എന്താണ് അടുത്ത നടപടി? കൃഷ്ണ, ഈ ദൗത്യത്തിന്റെ സുപ്രധാനമായ സമയമാണിതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തൊട്ട് മുമ്പ്, അതായത് ആ തൊട്ടപ്പുറത്ത് നങ്കൂരമിട്ടിരുന്ന ആ ഡ്രഡ്ജർ, ആ ബാർജിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ക്രെയിൻ, അത് തൊട്ടിപ്പുറത്തേക്ക് പൊസിഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ആ ക്രെയിൻ താഴത്തേക്ക്, അതായത് ഗംഗാവാലിയുടെ അടിത്തട്ടിലേക്ക് ആ ക്രെയിൻ എത്തിക്കുകയാണ്. അതിൽ ഹുക്കുണ്ട്, ഇരുമ്പ് വടം ഉപയോഗിച്ച് അത് ഘടിപ്പിച്ചിട്ടുണ്ട്. അത് താഴേക്ക് എത്തിച്ച് അവിടെ ഈശ്വർ മാൽപ്പെ കണ്ട ലോറിയിൽ ഘടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ആദ്യഘട്ടം. അദ്ദേഹവും അതിനൊപ്പമുണ്ട്, ആ ദൗത്യത്തിനൊപ്പം ഈശ്വർ മാൽപ്പയും ഉണ്ട്. ഈശ്വർ മാൽപ്പ ഇന്ന് ഏതാണ്ട് ഉച്ചയോട് നടത്തിയ ഈ ആഴത്തിലിറങ്ങി നടത്തിയ പരിശോധനയിലാണ് അവിടെ തല കീഴായി മറിഞ്ഞു കിടക്കുന്ന രീതിയിൽ ലോറി കണ്ടെത്തിയത്. 2 ടയറുകളും അദ്ദേഹം കണ്ടെത്തിയിരുന്നു. അതിനും പുറത്തേക്ക് മണ്ണും അതുപോലെ കല്ലും മറ്റുമൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അത് അർജുന്റെ ലോറിയാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള ഏറ്റവും സുപ്രധാനമായ നടപടിയാണ് ഇതാ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി നടക്കുന്നത്. ക്രെയിൻ ഇവിടേക്ക് എത്തിച്ച ലോറി ഉയർത്തുന്നതിനുള്ള ശ്രമം ആരംഭിക്കുമെന്ന് അല്പം മുമ്പാണ് ഇവിടെ എത്തിയ കാർവാർ MLA-യും കാർവാർ SP-യും അതുപോലെ മറ്റ് അധികൃതരും വ്യക്തമാക്കിയത്. ആദ്യഘട്ടത്തിൽ ഈ ബാർജിലുള്ള ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോറി ഉയർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏതാണ്ട് 50-60 ടൺ വരെയൊക്കെയുള്ള ഭാരം ഇതിന് ഉയർത്താൻ സാധിക്കും. ഇതുകൊണ്ട് സാധിച്ചില്ല എങ്കിൽ മാത്രമായിരിക്കും കരമാർഗം മറ്റ് ശക്തിയേറിയ പവർഫുൾ ആയ ക്രെയിൻ ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തുക. ആദ്യഘട്ടമായി അവർക്ക് എന്താണെങ്കിലും മെഷീനറി ഇവിടെ ഉണ്ട്. അതായത് കഴിഞ്ഞ ദിവസം എത്തിച്ച ഈ ഡ്രഡ്ജറും അതുപോലെ ഈ ബാർജിൽ ഘടിപ്പിച്ച ക്രെയിൻ അടക്കമുള്ള മെഷീനറി ഇവിടെയുണ്ട്. അത് ഉപയോഗിക്കുക, അത് ഫലപ്രാപ്തിയോടുകൂടി അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടി. നമ്മൾ കാണുന്നത് ഈ ബാർജിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്രെയിനിൽ നിന്നുള്ള ഇരുമ്പ് വടം, ആ ഇരുമ്പ് വടത്തിന്റെ അറ്റത്തൊരു ഹുക്കുണ്ട്, ഒരു ഇരുമ്പ് ഹുക്കുണ്ട്. ആ ഹുക്ക് താഴത്തേക്ക് കൊണ്ടുപോയി ആ ലോറിയിൽ ഘടിപ്പിക്കുന്നതിനുള്ള ശ്രമം അത് ഈശ്വർ മാൽപ്പെ നടത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹമാണ് അവിടെ നിന്ന് ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഈ ലോറി അവിടെ ഉണ്ട് എന്ന് പുറം ലോകത്തെ അറിയിച്ചത് ഈശ്വർ മാൽപ്പയാണ്. ഇതിൽ നിന്ന് 30 മീറ്റർ താഴെ മറ്റൊരു വാഹനത്തിന്റെ ചില ഭാഗങ്ങൾ കൂടി, അത് ക്ലച്ച് അതുപോലെ സ്റ്റിയറിംഗിന്റെ ഒക്കെ ചില ഭാഗങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഈശ്വർ മാൽപ്പെ പറഞ്ഞിരുന്നു. അത് പക്ഷേ അർജുന്റെ ലോറിയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതേത് വാഹനമാണെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും ഈ അല്പം, അതായത് ഇന്ന് ഉച്ചയോടുകൂടി കണ്ടെത്തിയ ഈ ലോറി അത് അർജുന്റേതാണെന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള ഏറ്റവും സുപ്രധാനമായ നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 15 അടി താഴ്ചയിലാണ് ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നത്. 15 അടി താഴ്ചയിലേക്ക് ഈ വടം താഴെ കൊണ്ടുപോയി അത് ഹുക്ക് ചെയ്ത് അതിനുശേഷം ഈ ലോറി ഉയർത്തുന്നുള്ള നടപടിയായിരിക്കും അവർ സ്വീകരിക്കുക. നേരത്തെ നമ്മളോട് സംസാരിച്ച കാർവാർ MLA സതീഷ് കൃഷ്ണസെയിലും അതുപോലെ കാർവാർ SP-യും അടക്കം സൂചിപ്പിച്ചത് ആ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഒന്നും വിസിബിൾ അല്ല, അത് കാണാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം ആരുടേതാണ്, അത് അർജുന ഓടിച്ച വാഹനമാണോ, അതായത് മനാഫിന്റെ ഉടമസ്ഥയിലുള്ള വാഹനമാണോ എന്ന് അങ്ങനെ നമ്പർ കണ്ട് സ്ഥിരീകരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അത്ര കണ്ട് മണ്ണും ചെളിയും ഒക്കെ അതിന് മുകളിലേക്ക് അടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവർ നൽകുന്ന വിശദീകരണം. എന്താണെങ്കിലും ഈ നടക്കുന്ന നടപടി അവർ ഇവിടെ വന്ന് നമ്മളോട് സംസാരിച്ച് അത് 1-1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ആ നടപടി അവർ സ്വീകരിച്ചു എന്നുള്ളതാണ്. MLA, SP, ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ, ഒപ്പം മഞ്ചേശ്വരം MLA-യും ഒപ്പമുണ്ട്. അവർ ബോട്ട് മാർഗം ഇവിടേക്ക് എത്തി ഈ ഡ്രഡ്ജറിൽ കയറി ആ കാര്യങ്ങൾ വിലയിരുത്തുകയും ഏതു മേഖലയിലാണ്
ആ, 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 ഈ ക്രെയിൻ ഇറക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുകയുമായിരുന്നു. അവിടേക്ക് ആ ഡ്രഡ്ജർ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈശ്വർ മാൽപ്പെ താഴേക്ക് മുങ്ങാങ്കുഴി ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ആ ഹുക്ക് കൊണ്ട്, അതായത് ഈ ക്രെയിന്റെ ഹുക്ക് കൊണ്ട് അദ്ദേഹം താഴേക്ക് പോയിട്ടുണ്ട്. ഏതാണ്ട് 69 ദിവസം നീണ്ട ഈ ഷിരൂർ ദൗത്യത്തിന്റെ അർജുനായുള്ള ഈ തിരച്ചിലിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് ഇതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇന്നലെയും ഇന്നുമായി കൂടുതൽ സൂചനകൾ, അർജുന്റെ വാഹനത്തിൽ നിന്നുള്ള കൂടുതൽ സൂചനകൾ ഈ തിരച്ചിൽ മേഖലയിൽ നിന്ന് ഈശ്വർ മാൽപ്പയ്ക്കടക്കം ലഭിച്ചിരുന്നു. ഇന്ന് അർജുന്റെ വാഹനത്തിലുണ്ടായിരുന്ന തടിക്കഷ്ണം കണ്ടെത്തിയത് ഇതിനടുത്താണ്. കഴിഞ്ഞ ദിവസം മറ്റു ചില ലോഹഭാഗങ്ങൾ കൂടി അത് ആ വാഹനത്തിലേതാണ് എന്ന് മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ ഭാഗം കേന്ദ്രീകരിച്ച പരിശോധനയ്ക്ക് അവർ കൂടുതൽ മുൻതൂക്കം നൽകിയത്. ഇപ്പോൾ വേലിയേറ്റ സമയമാണ്. 1.5 മണിക്കൂറിനകത്ത് വേലിയിറക്ക സമയമായിരിക്കും. അപ്പോൾ കൂടുതൽ ജലം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അല്പം കൂടി അത് ഈ പ്രവൃത്തി കൂടുതൽ കാര്യക്ഷമമാക്കാൻ പറ്റുമെന്ന ശുഭാപ്തി വിശ്വാസം കൂടി അവർക്കുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈശ്വർ മാൽപ്പെ അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്, അതിൽ ഈ ഹുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം അവിടെ നിന്ന് നീങ്ങുന്നു, ആ സ്ഥലത്ത് നിന്ന് അങ്ങോട്ടേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമ്മുടെ ദൃശ്യങ്ങളിലുള്ളത്. അങ്ങനെയെങ്കിൽ ഇത് അവിടെ നിന്ന് കുറച്ചുകൂടി നീക്കി, അതായത് ആ ഹുക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് അല്പം കൂടി നീക്കിയതിന് ശേഷമായിരിക്കും അത് ഉയർത്താനുള്ള ഒരു ശ്രമം നടത്തുക. എന്താണെങ്കിലും ആ നിർണായകമായ ശ്രമത്തിലേക്ക്, ആ പരിശ്രമത്തിലേക്ക് അവർ കടന്നിരിക്കുന്നു ജില്ലാ ഭരണകൂടം എന്നുള്ളതാണ്. അത് ക്രെയിൻ ഉയർത്തുന്നതിനുള്ള നടപടികൾ അവർ ആരംഭിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് 50-60